ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കഴിഞ്ഞ ദിവസത്തെ സൈനിങ്ങിനെ കുറിച്ചും കൂടാതെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് അടുത്ത ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുമോ എന്നുള്ളതും കൂടാതെ റോസ്റ്റിൻ ഗ്രിഫീസ് എന്ന താരം ക്ലബ്ബ് വിട്ടതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യം തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സൈനിങ്ങിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു സൈനിങ് കൂടി നടത്തുമെന്നുള്ളത്. പക്ഷേ അവസാനം ബ്ലാസ്റ്റേഴ്സ് അത് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ യുവതാരമായ അമാവിയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കിയിട്ടുള്ളത്. ഫോർവേഡ് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കേൾപ്പുണ്ട് ഈ ഒരു താരത്തിന്. കൂടാതെ ദീർഘകാല കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുമുള്ളത്. നിലവിൽ താരം ഐ ലീഗിലെ ഐസ്വാൾ FCയിലാണ്. ഇന്ത്യൻ ടീമിന്റെ ഭാവി താരമായിട്ടാണ് പലരും അമാവിയ എന്ന ഈ ഒരു താരത്തെ കണക്കാക്കിയിരിക്കുന്നത്. അടുത്ത ISL സീസൺ ആരംഭത്തിലാകും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു താരം എത്തുക. കൂടാതെ നിലവിലെ താരത്തിന്റെ ക്ലബായ ഐസ്വാൾ FCക്ക് വേണ്ടിയിട്ട് 11 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകളും 3 അസിസ്റ്റും ഇതിനോടകം തന്നെ താരം സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായിരുന്ന റോസ്റ്റിൻ ഗ്രിഫീസ് ക്ലബ്ബ് വിട്ടതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. നമുക്കറിയാം, ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു റോസ്റ്റിൻ ഗ്രിഫീസ് ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നത്. അത് എല്ലാ മുംബൈ സിറ്റി ആരാധകരെയും എഫക്ട് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും താരം പറയുന്നത് ഇപ്രകാരമാണ്: ഏതാണ്ട് 18 മാസങ്ങളോളമായി ഞാൻ മുംബൈ സിറ്റി FCക്ക് വേണ്ടി കളിക്കുന്നു. ഷീൽഡ് ട്രോഫി നേടുന്നത് മുതൽ ACL ഫുട്ബോൾ വരെ കളിച്ചു. കൂടാതെ ഇന്ത്യയിലെ ജീവിതം ഞാൻ വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു. ചില മികച്ച ആളുകളെയും മികച്ച ആരാധകരെയും ഞാൻ കണ്ടുമുട്ടുകയും ചെയ്തു. സത്യത്തിലും എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിയായ വിട പറയാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു ആരാധകൻ എന്ന നിലയിൽ എപ്പോഴും മുംബൈ സിറ്റി FCയുടെ കൂടെ തന്നെ കാണും. ഒരു മികച്ച പരിശീലകനും ചില മികച്ച കളിക്കാരുമൊത്ത് കിരീടത്തിനായി വീണ്ടും വെല്ലുവിളിക്കുവാൻ വേണ്ടി മുംബൈ സിറ്റി FC എന്ന ക്ലബ്ബ് ശക്തമായ നിലവിലാണ് നിലവിലുള്ളത്. കൂടാതെ നിങ്ങൾ എല്ലാവരും എല്ലാ ടീമിനെയും പിന്നിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത് വരെ എന്നെ ഇതുവരെ പരിപാലിച്ചതിനെല്ലാം നന്ദിയും അറിയിക്കുന്നു. അവസാനമായി ചില നല്ല വാർത്തകൾ പൂർത്തിയാക്കാൻ എനിക്ക് ഇനി കേരളത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നും വിശ്വസിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെയാണ് മുംബൈ സിറ്റി FC എന്ന ക്ലബ്ബ് വിട്ടതിന് ശേഷം റോസ്റ്റിൻ ഗ്രിഫീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ISLന്റെ 10ാം സീസണിന്റെ 2ാം പാദ മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ മുംബൈ സിറ്റി FCയിൽ ഒരു കൂട്ടപ്പടിയിറക്കമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഗ്രേഗ് സ്റ്റുവാർട്ടിന് പുറമെ റോസ്റ്റിൻ ഗ്രിഫീസിന് പുറമെ കഴിഞ്ഞ ദിവസം നാസർ ഗയാത്തിയും കൂടാതെ നിലവിൽ പെരേര ഡേസും ക്ലബ്ബ് വിടുമെന്ന റൂമറുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. ISL ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളത്. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല. അടുത്ത സീസണിൽ ദിമിത്രിയോസ് തന്റെ മാതൃ ക്ലബ്ബായ ഹജൂക് സ്പ്ലിറ്റിലേക്ക് പോകുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബ്ബിൽ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന 2 സൂപ്പർ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന താരമായ പെപ്രയും കൂടാതെ ഗ്രീക്ക് താരമായ ദിമിത്രിയോസും. ലൂണക്ക് പുറമെ സൂപ്പർ താരമായ പെപ്രയും പരിക്ക് പറ്റി ഈ ഒരു സീസൺ നഷ്ടമാവുമെന്ന് അറിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും നിരാശയിലാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടും വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ ദിമിത്രിയോസ് അടുത്ത ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്ന്. കൂടാതെ ISLന്റെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുമാണ് ദിമി ഉള്ളത്. ഈ ഒരു റിപ്പോർട്ട് തികച്ചും കൺഫേം ആയിട്ടില്ല എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷക്കെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾസ് പ്രഡിക്ഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇതിന് പുറമെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.